ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു ഇടിച്ചക്ക തോരനാണ്. അപ്പം ഞാൻ ഇടിച്ചക്കയെല്ലാം വലിയ പീസായിട്ട് കുക്കറിനകത്ത് വെച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഒരു 2 വിസിലടുപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അത് വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല പോലൊക്കെ ഇടിച്ചക്ക ഇവിടെ കുക്കറിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് തൊലി മാത്രം ചെത്തി വലിയ വലിയ പീസുകളാക്കി കുക്കറിൽ പുഴുങ്ങി കഴിയുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. കൊത്തിപ്പൊടിച്ച് അരിഞ്ഞ് കൊണ്ടുവരുന്ന നേരത്തിന് ഇതാകുമ്പോൾ എളുപ്പമുണ്ട്. നല്ലപോലൊക്കെ പുഴുങ്ങി വെന്തും കിട്ടും. എന്നിട്ടതൊരു തവിയോ ഒരു ചട്ടുകോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി ഉടച്ച് എടുത്താൽ മതി. അത് നല്ല പൊടി പൊടിയായിട്ട് കിട്ടും. അപ്പോൾ ഞാനൊരു ചട്ടകം കൊണ്ട് ആ കുക്കറിനകത്തിട്ട് കുത്തി ഉടക്കിയാണ്. കണ്ടോ, ഇതുപോലെ ഉടഞ്ഞു കിട്ടും. അതിൻ്റെ ചെറിയ കുരുവും ചകിണിയും എല്ലാം കൂടെ നല്ല പൊട്ട് കുരുവൊക്കെയാണ്. നല്ല ടേസ്റ്റാണ്, നല്ല പോഷകസമൃദ്ധമാണ്. ചക്കയുടെ ഗുണങ്ങൾ ഞാൻ പറയണ്ടല്ലോ. അപ്പം നമുക്കിനി അതിൽ നിന്ന് കടുക് വറുത്ത് നമ്മുടെ അരപ്പൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടി തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി എല്ലാം കൂടെ ചതച്ചെടുത്ത് ഞാൻ മിക്സിയുടെ ജാറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അരപ്പെല്ലാം അതിലേക്കിട്ട് വഴറ്റി നമുക്ക് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഒരു ഇച്ചിരി ഏറെ സാധനം ഉള്ളത് കൊണ്ട് ഞാനൊരു 3.5 സ്പൂണോളം വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ വലിയ 2 സവാള കട്ട് ചെയ്തറിഞ്ഞത്, വെളുത്തുള്ളി ഒരു 4-5 അല്ലി കട്ട് ചെയ്തിട്ടുണ്ട്, പച്ചമുളക് ഒരു 4-5 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ എരിയൊന്നുമില്ല, അതുകൊണ്ട് ചതച്ചപ്പോൾ ഞാൻ ഒരെണ്ണം ഇട്ട് ചതച്ചിട്ടുമുണ്ട്. അപ്പോൾ എരി പാകത്തിനായിട്ട് എടുത്തിരിക്കുകയാണ്. ഒരു 2-3 വറ്റൽമുളക് നടുകെ മുറിച്ച് അതും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില. ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ആ വെളിച്ചെണ്ണയിൽ കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതെല്ലാം ഇട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ വലിയ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കടുക് പൊട്ടിയ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് വഴറ്റി എടുക്കുക. ഇത് ഏറെക്കുറെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേന് നമുക്കെന്ത് ചെയ്യാം, പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇതിലേക്കിട്ട് അതും വഴറ്റിയെടുക്കണം. അപ്പം നമ്മുടെ ഈ വലിയ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരല്പം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഉപ്പിടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ഈ ഉള്ളി മൂത്ത് കിട്ടും. അപ്പോൾ ഒരു ശകലം ഉപ്പ് ഇതിലേക്ക് ഇടുക. അപ്പം ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞത്, നമ്മൾ ചക്ക പുഴുങ്ങാനായിട്ട് വെച്ചപ്പം അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർമ്മയിൽ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ഉപ്പ് കൂടി പോകും. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ ഉള്ളിയിൽ നമ്മൾ ഇടാവൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറിയതായിട്ട് അരിഞ്ഞെടുത്താണ് വെളുത്തുള്ളി. ഇതും വെളുത്തുള്ളി അരിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടിമുട്ടിയിലേക്കിട്ട് ചതച്ച് എടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടെ നല്ലപോലൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മുടെ ഈ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് വഴന്ന് വരണം. അത് കഴിഞ്ഞ് ഇത് നടുവൊക്കെ ഒന്ന് തുറന്ന് കൊടുത്ത് നടു തുറന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ
നടുക്കൊരു കുഴി ഉണ്ടാക്കുക. ഈ സാധനങ്ങളൊക്കെ സൈഡിലേക്കൊന്ന് മാറ്റി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ വറ്റൽമുളകൊക്കെ മൂത്ത് കിട്ടും. അതിനകത്തേക്ക് വറ്റൽമുളകും എല്ലാം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ആ വറ്റൽമുളകും അതിൽ കിടന്ന് മൂത്ത് കിട്ടും. ആദ്യം തന്നെ വറ്റൽമുളക് ഇട്ട് കഴിയുമ്പോൾ തന്നെ ബാക്കി ഉള്ളിയും അതും ഇതുമെല്ലാം വഴന്ന് വരുമ്പോഴത്തെ വറ്റൽമുളക് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിൽ വറ്റൽമുളക് ഈ വെളിച്ചെണ്ണ ബാലൻസ് ഊറി വരുമല്ലോ അതിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ വറ്റൽമുളക് നല്ല മിടുക്കനായിട്ട് അത് മൂത്ത് ഫ്രൈ ആയി കിട്ടും. അപ്പം ഉള്ളിയും പാകത്തിന് മൂപ്പാവും, ഈ വറ്റൽമുളകും പാകത്തിന് കരിഞ്ഞു പോകാതെ മൂത്ത് കിട്ടും. അതുകൊണ്ടാണ് വറ്റൽമുളക് ഞാൻ ലാസ്റ്റിലിട്ടത്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് ഇവനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വഴന്ന് നല്ല സൂപ്പറായിട്ട് വഴന്ന് വന്നിരിക്കുന്ന ഈ ഉള്ളിയിലേക്ക് അരപ്പ് തട്ടിക്കൊടുക്കുക. എന്നിട്ട് അവനെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ തന്നെ ആ നല്ല അരപ്പിൻ്റെ ഉള്ളി മൂത്തതിൻ്റെയും കറിവേപ്പില മൂത്തതിൻ്റെയൊക്കെ മണം നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട്. അരപ്പൊക്കെ ഒരുമാതിരി ഒന്ന് വഴന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ ഈ ഉടച്ചു വെച്ചിട്ടുള്ള ഇടിച്ചക്ക അത് നമ്മൾ ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ തിരിച്ചും മറിച്ചും ഒന്ന് ഇളക്കി റെഡിയാക്കി കൊടുക്കണം. ഇതിനകത്ത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ശകലം വെള്ളം പോലും ഒഴിച്ചു പോകരുത്. കാരണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് നല്ല പായസം പോലെ ഇരിക്കും, പിന്നെ തോണ്ടി കഴിക്കാനേ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇടിച്ചക്ക നല്ല പോലൊക്കെ പുഴുകി വെന്തിട്ടുണ്ട്. നമ്മുടെ ബാലൻസ് ഉള്ള വെളിച്ചെണ്ണ ഈ ഉള്ളി വഴറ്റിയതിൻ്റെ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് ഇതൊന്ന് ആ ഉള്ളിയും മസാലകളും ഒക്കെ ഒന്ന് പിടിച്ച് വെളിച്ചെണ്ണ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊരു ശകലം വെള്ളം പോലും ഒഴിക്കരുത്. ഇനി ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം കറക്റ്റാണ്. കണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഓക്കെ, ബൈ.